ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. 1 കൊറിന്തോസ് 9-16 വാക്യത്തിൽ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളാണ്. ഇതാ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ സാവൂളായിരുന്ന വിശുദ്ധ പൗലോസായിത്തീർന്നപ്പോൾ ഇതാ ദൈവം വിളിച്ച പൗലോസ് പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സായി ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഇന്ന് എനിക്ക് എൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഒരു വചനം ഇത് തന്നെയാണ്. ഞാൻ ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈശോ എന്നെ വിളിച്ചു, ഈശോ എന്നെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ എൻ്റെ ജനനം മുതൽ ഈ നിമിഷം വരെ വരുന്ന അനുഗ്രഹത്തോടൊപ്പം പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ 36 വർഷമായിട്ട് പുറകിൽ കാണുന്നത് ഈശോയുടെ ചിത്രത്തിന് താഴെ എൻ്റെ അപ്പച്ചൻ്റെ പടമാണ്. അപ്പച്ചൻ ഒരു കുടിച്ച് നശിച്ച് മദ്യം, പുകവലി, ആൽക്കഹോളിസം, നിക്കോട്ടിൻ എല്ലാം ഇനി ആർക്കൊന്നും ചെയ്യാനില്ല, അത്രമേൽ തകർന്ന് രോഗിയായി ബിസിനസ്സും എല്ലാം തകർന്ന് തരിപ്പണമായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഓഗസ്റ്റ് 19 36 വർഷത്തിൻ്റെ അപ്പുറം കൊച്ചിയിലെ അഡ്വക്കേറ്റ് വിക്ടർ ബ്രദർ എന്ന് പറഞ്ഞാൽ തൻ്റെ വക്കീൽ ജോലിയെല്ലാം ഉപേക്ഷിച്ച് 3 വർഷക്കാലത്തോളം ബൈബിളും പിടിച്ച്, എനിക്ക് അത്രയും ചരിത്രം അറിയാനില്ലായിരുന്നു, കാരണം അത്രയും ചെറുപ്പത്തിൽ അത്രയും വർഷമായി. പക്ഷേ ഈ അടുത്ത നാളിൽ ഡാനിയൽ പൂവനത്തിൽ അച്ഛൻ ഈ അൽമായ സഹോദരനെക്കുറിച്ച് പ്രസംഗിച്ചത്. ബ്രദർ മരിച്ചുപോയി. പക്ഷേ വചനം കൊണ്ടുള്ള കളിയായിരുന്നു. വചനം പറയുമ്പോൾ കേൾക്കുമ്പോഴെല്ലാം ഒത്തിരി ഡെലിവറൻസ് ആയിരുന്നു. ഒരു അൽമായ സഹോദരൻ ഇതാ ബൈബിൾ കയ്യിലെടുത്തപ്പോൾ ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ അധരത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ നോട്ടങ്ങളിലൂടെ ജീവിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ്. തകർന്ന് നശിച്ച് വെണ്ണീറായി കിടക്കുമ്പോൾ അദ്ദേഹം ഒരു ഡേറ്റൊക്കെ പറഞ്ഞു. പക്ഷേ നല്ലോണം പ്രാർത്ഥിച്ചു. വീണ്ടും നീട്ടിവെച്ച് ഓഗസ്റ്റ് 19 ഞങ്ങളുടെ ഭവനത്തിൽ ആദ്യമായിട്ട് വന്ന് അദ്ദേഹവും ടീമും കൂടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ കഷ്ടനഷ്ടങ്ങളും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. എല്ലാ ആഴ്ചയിലും കൂട്ടായ്മയിൽ വചനം കേൾക്കാൻ കാത്തിരിക്കും. പിന്നീട് ഞങ്ങൾ ഈ ദാഹം ആലപ്പുഴ IMSൽ പ്രശാന്തച്ചൻ്റെ ധ്യാനം, ഭരണങ്ങാന CCയിലെ ആർമഡച്ചൻ്റെ ധ്യാനം, ഇതൊക്കെ കൂടി പിന്നെ ഒത്തിരി വിനയാനന്ദച്ചൻ്റെ ധ്യാനം, അതുലച്ചൻ്റെ ധ്യാനം, IMSൽ അതുലച്ചനൊക്കെ മരിച്ചുപോയി, ആർമണ്ടച്ചൻ മരിച്ചുപോയി, ദയാനന്ദച്ചൻ മരിച്ചുപോയി, പ്രശാന്തച്ചൻ ഇന്നും ജീവനോടെ ഉണ്ട്. ഇതാ തൻ്റെ ആത്മീയ ശുശ്രൂഷകൾ വളരെ സധൈര്യം IMSൻ്റെ നേതൃത്വത്തിൽ മുന്നേറുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങൾ ഞങ്ങളെ ഈശോയിൽ നയിച്ചത് ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛനാണ്. അച്ഛൻ്റെ ടീമിൽ ഒത്തിരി തവണ അച്ഛൻ്റെ ധ്യാനങ്ങളിൽ തുടർച്ചയായിട്ടും അല്ലാതെയും വചനപ്രഘോഷണം, ഏകദിനത്തിലും തിങ്കളാഴ്ച ആരാധനയിലും രാത്രി ആരാധനയിലും ദമ്പതി ധ്യാനത്തിലും തപസ് ധ്യാനത്തിലും അച്ഛൻ പുറത്തുപോയി ധ്യാനിപ്പിച്ച അവസരങ്ങളിലും എല്ലാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന ഒരു പൊട്ടനെന്നും മണ്ടനെന്ന് എല്ലാവരും വിളിച്ചിരുന്ന എന്നെ ദൈവം തൊട്ടപ്പോൾ ഇങ്ങനെയുള്ള വിവിധ അവസരങ്ങളിലൂടെ ആദ്യമായിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടി ഒത്തിരി വചന പ്രഘോഷണ വേദികളിൽ വചനം പ്രഘോഷിക്കുവാൻ ദൈവം അനുവാദം തന്നു. പിന്നെ അങ്ങോട്ട് പോട്ടയിലും മുരിങ്ങൂർ ഗുഡ്നസ് ടിവിയുടെ സ്റ്റുഡിയോയിൽ ഒത്തിരി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈസ് മെമ്പർഷിപ്പും അതുപോലെ വിശുദ്ധ കുർബാനയിൽ ഗാന ശുശ്രൂഷയിലും പിന്നെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അരമണിക്കൂറുള്ള പ്രസംഗങ്ങളിലും ഈ ഭവനത്തിൽ വന്ന് ദൈവാനുഭവം പ്രാപിച്ച, മദ്യമൊക്കെ ഉപേക്ഷിച്ച പുതിയതിലേക്ക് കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ, അതുപോലെ ശാലോൺ TVയും വന്ന് ഞങ്ങളുടെ ജീവിത സാക്ഷ്യാനുഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു പോയി. പിന്നെ ഇങ്ങോട്ട് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ ഒരിക്കൽ ആർക്കും പുതുക്കി പണിയപ്പെടും എന്ന് പറയുന്നതെല്ലാം സംഭവിച്ചു. ആ ശുശ്രൂഷയാണ് അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പോലും അറിയില്ല. അല്ല പ്രാർത്ഥിച്ചപ്പോൾ അല്ലെ ഫോണിലൂടെ വിളിച്ചപ്പോൾ വന്നപ്പോൾ കർത്താവ് തോന്നിച്ച പറഞ്ഞ വചനം പറഞ്ഞു കൊടുത്തത് ഇടിച്ചു പൊളിച്ചു തന്നെയാണ്. ബ്രദറേ, അത്ഭുതം നടന്നു, ഒരിക്കലും മാറൂലെന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയാവൂലെന്ന് പറഞ്ഞതാണ്. അപ്പം എൻ്റെ അപ്പച്ചൻ്റെ ഫോട്ടോയാണ് പുറകിൽ കാണുന്നത്. ജോയ് ബ്രദർ
എന്നാണ് മരിക്കുന്നത് വരെ ദൈവത്തെ അനുഭവിച്ച 15 വർഷം ഇതാ ദൈവം ഉരുക്കി എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഉപയോഗിച്ചു. ബൈബിള് കയ്യിൽ നിന്ന് ഇറക്കിയിട്ടില്ല മരിക്കുന്നത് വരെ. വീട്ടിൽ കൈകൊണ്ട് തൊടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈബിള് മാത്രം ഒരു നന്ന് വരെ ഉണ്ടായത്. പക്ഷേ ഈശോ ഞങ്ങളുടെ ജീവിതത്തെ തൊട്ടപ്പോൾ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ ലൂക്ക 19:9 ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമുകളൊക്കെ കാണുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കുക. കാരണം ഇത് തെറ്റിച്ച് കളയാതെ. രോഗശാന്തി അത്ഭുതവും അടയാളവും മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളെ എടുത്തുപയോഗിക്കും. ഇടപെട്ട് ദൈവം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. എന്നാലും ഞാൻ വിക്ടർ ബ്രദറിലൂടെ അന്ന് കേട്ടിട്ടുള്ള ആ വചനങ്ങൾ എൻ്റെ മനസ്സിൽ വളരെ ഈ 10-35 കൊല്ലത്തിനപ്പുറം 36 കേട്ടിട്ടുള്ള ആ വചനം അതിൽ പ്രധാനപ്പെട്ട ഇതാണ്. ചിലരൊക്കെ എന്താ വിശ്വസിക്കാത്തത്? ഇത്രയും സത്യമാണെന്ന് അറിഞ്ഞിട്ട് സങ്കടം തോന്നും. ചിലരൊക്കെ ഒഴിഞ്ഞു മാറും, ചിലർ തർക്കിക്കും, ചിലർ കമൻറ്റ് പറയും. എന്നാൽ ആശുപത്രിയിലൊക്കെ പോയി കിടക്കുന്ന എല്ലാ രോഗിയും സുഖപ്പെടുത്തുമെന്ന് പറയും. കളിയാക്കൽ, ആക്ഷേപിക്കൽ. പക്ഷേ അങ്ങനെയുള്ള പലരും പിന്നീട് അതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ മടങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. എന്നാലും ഇതാണ് 2 കൊറിന്തോസ് 4-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങൾ. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അതാണ് അതിൻ്റെ പരമസത്യം. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ചിലർ ബന്ധനത്തിലാണ്. ബാക്കിയെല്ലാം പുറമേ നോക്കുമ്പോൾ നല്ല പോളിഷ്, നല്ല മിടുക്കന്മാരാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് സാമ്പത്തികവും ആരോഗ്യവും എല്ലാം ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ അറ്റം വരെ ഉണ്ടാകും എന്നാണ് അവരുടെ വിചാരം. തങ്ങളുടെ കഴിവുകൊണ്ടും മിടുക്കൊണ്ടുണ്ടായതാണെന്ന്. അതുകൊണ്ട് അവർ ഈ വചനപ്രവർത്തനവും ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവരാ. അതിലും കുറവുകളുള്ളവരും വീക്ക്നെസ് ഉള്ളവരും ഒക്കെ ഉണ്ടാകും. ഇപ്പം നോട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുണ്ട്, പിന്നെ കള്ളന്മാരും ഉണ്ട്, പോലീസും ഉണ്ട്, പട്ടാളക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാം ഈ ലോകത്തുണ്ട്. എല്ലാം തികഞ്ഞവരാരുമില്ല. പക്ഷേ ചുരുക്കം ചില പോരായ്മകളും കുറവുകളും ചിലരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് മുഴുവനും സഭയെയും അച്ഛന്മാരെയും ആത്മായ ശുശ്രൂഷകരെയും വചനപ്രഘോഷങ്ങളെ അധിക്ഷേപിക്കുന്നവരും കളിയാക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബ്രദർ പറഞ്ഞു തന്നിരുന്ന വചനം, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അവരവിശ്വാസികളാണ്, പിന്നെ അവർ അന്ധതയിലാണ്. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. വെറുതെ സുവിശേഷം കാണുകയും കേൾക്കുകയും ചെയ്താൽ മാത്രം പോരാ, സുവിശേഷത്തിൻ്റെ ഒരു പ്രകാശമുണ്ട്. യോഹന്നാൻ 8:12 പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാവുന്നു. സുവിശേഷം പറയുന്നവരും സുവിശേഷം കേൾക്കുന്നവരും ഈ പ്രകാശത്തിൽ നിറയണം. അത് ബൈബിളിലുണ്ടോ? റോമ 10:15 പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമെന്ന് പറയുന്നത്. ദൈവം അവരെക്കുറിച്ച് അത്ര ശ്രേഷ്ഠമായിട്ടാണ് സുവിശേഷ വേലകൾ ചെയ്യുന്ന അവരെക്കുറിച്ച് പറയുന്നത്. റോമ 10:15 മറന്നു പോരുത് കേട്ടോ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ഇതിൻ്റെ പ്രകാശം അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അവരവരുടെ കുടിയും അവരുടെ വലിയും അവരുടെ ചീട്ടുകളിയും അവരുടെ ദുർനടപ്പും അവരുടെ ആഡംബരവും അവരുടെ ബ്രാൻഡഡ് ഉടുപ്പുകളും ഭൗതിക സുഖങ്ങളും ഈ ലോകത്തിൽ തിന്നും കുടിച്ചും നശിച്ച് നരകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെയാണ് സ്വർഗം എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ഇവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എല്ലാം മനുഷ്യർക്ക് സുഖിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ എന്താ കുഴപ്പം, എൻ്റെ കഴിവുകൊണ്ടുണ്ടാക്കിയ പൈസ, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ പണം, എൻ്റെ കാറ്, ആരുണ്ട് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ ലൂക്ക 12 പറയുന്നുണ്ട്, ഭോഷനാ മനുഷ്യ, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ആരുടേതാകും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരണം. കാരണം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെല്ലാം 2 പത്രോസ് 1:20-21 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. നടന്ന് രോഗശാന്തി അല്ലെങ്കിൽ അത്ഭുതം മാത്രം കാണിക്കാനോ കിട്ടാനോ ഉള്ളതല്ല. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ബുദ്ധിയാൽ രൂപം കൊണ്ടതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. 2 പത്രോസ് 1:20-21 കുറിച്ച് വെച്ചേക്കണേ. ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന വചനമല്ല, എല്ലാവർക്കും കിട്ടുന്ന, എല്ലാവരും കണ്ടുപിടിക്കുന്ന വചനമല്ല. ഇതാ വചനം, ദൈവവചനം,
സുവിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് 1 തെസ്സലോനിക്കർ 2:13 പറയാണ്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, പിന്നെയോ വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഇന്നിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും അങ്ങനെ ഇത് സ്വീകരിച്ചാൽ അവിടെ ആ വിത്ത് മുളക്കാൻ തുടങ്ങും. ഇത്രയും നാൾ കേട്ടിട്ടും ഒരു പ്രയോജനമില്ല, ഒരു മാറ്റമില്ല, ബൈബിൾ ഏതെല്ലാം തരം എത്രണ്ണ വീട്ടിലിരിക്കുന്നതെന്ന് പറയും. അപ്പം നിങ്ങൾ സ്വീകരിച്ച, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല. നിങ്ങൾ ധ്യാനഗുരുവിനെയും ബ്രദറിനെയും സിസ്റ്ററിനെയും അത്ഭുത പ്രവർത്തകനെ ആരാധിക്കേണ്ട, വലിയ കുഴപ്പങ്ങളിൽ ചെന്ന് താഴും. ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കുക. ഈശോയുടെ അമ്മ പറഞ്ഞത് എന്താ? യോഹന്നാൻ 2:5, ഡു വാട്ട് എവർ ഹി ടെൽസ് യു. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്ന്. ഇതാ വിശുദ്ധ ജെറോം പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. വേറെ ആരെ നമ്മൾ എത്ര വലിയ ടോപ്പ് ശുശ്രൂഷകരെയും രോഗശാന്തിക്കാരെയും ഇതെല്ലാം മാറി മറിഞ്ഞു പോകും. മത്തായി 7:21 പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഇപ്പം തന്നെ ദൈവം പലരുടെയും ഹൃദയങ്ങളെ തൊടുന്നുണ്ട്. എന്തിനാ ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ വചനം കേട്ട എന്താ പ്രയോജനം, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം എന്തിനാ ഇത് കേൾക്കാൻ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് കിട്ടും. കാരണം സക്കേവൂസിൻ്റെ ഭവനത്തിൽ, സക്കേവൂസിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ, പൊക്കം കുറഞ്ഞ ചുങ്കക്കാരനും പിടിച്ചുപറിക്കാരനുമായ ആ മനുഷ്യൻ, അവരെല്ലാം ജനങ്ങൾക്കെല്ലാം വെറുപ്പായിരുന്നു, പിടിച്ചു പറിച്ച് അനീതിയായിട്ട് ചുങ്കമ്പരി. പക്ഷെ കർത്താവ് വചനം കിട്ടിയപ്പോൾ ലൂക്കാ 19:9, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ വിളിച്ചല്ലോ, കൊണ്ടുപോയല്ലോ, എൻ്റെ വീട്ടിൽ വന്നല്ലോ, അതുകൊണ്ട് ഇനി ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല, അതെല്ലാം വിശുദ്ധമായി, കർത്താവ് ഒന്ന് വാഴ്ത്തിയേക്ക്. അങ്ങനെയല്ല പറഞ്ഞ. സക്കേവൂസ് എഴുന്നേറ്റ് നിന്ന് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സ്വത്തിൽ പകുതി ഇതെല്ലാം ഞാൻ പങ്കുവെക്കാൻ, തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ വചനം കേൾക്കുന്ന വ്യക്തികൾ, ചിലർ വചനത്തിലോട്ട് വരാത്തതിൻ്റെ കാരണം ജീവിതത്തിന് മാറ്റം വരുത്തണം. അപ്പോൾ ഈ വയസ്സാകട്ടെ, പ്രായമാകട്ടെ, ചിലരൊക്കെ പറയും അപ്പൻ്റെ അമ്മയുടെയും പ്രായമാകട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വയസ്സാകുമ്പോൾ ഞങ്ങൾ ഇതിലൊക്കെ വന്നേക്കാം. ആര് കണ്ടു, ആർക്ക് ഇതൊക്കെ സാധിക്കും, ആ പ്രായം വരെ നമ്മൾ ഉണ്ടാകുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇന്ന് കാണാൻ കേൾക്കാൻ അറിയുന്ന സംഭവങ്ങൾ എത്രയോ മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത തരം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും സംഭവങ്ങളും അപകടങ്ങളുമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് മാനസാന്തരം എന്നത് നാളെ എന്ന് പ്രഭാഷകൻ 5:7 പറയുന്നത്, കർത്താവിങ്കലേക്ക് തിരിയാൻ വൈകരുത്. പ്രഭാഷകൻ 5:7 വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും, സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ട്, ആ ക്രോധത്തിൽ നീ നശിക്കുകയും ചെയ്തേക്കാം. പ്രൈസലോ. സഭാപ്രസംഗം 7:29 പറയുന്നത്, മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. അതായത് സമയമായിട്ടില്ല, പിന്നെ ആകട്ടെ, നാളെ ആകട്ടെ, ഇയാൾക്കൊന്നും വേറെ പണിയില്ല, എന്തിനാ വെറുതെ ജീവിതം പാഴാക്കി കളയണത്, പാടുകെട്ടിപ്പോയി, പഴഞ്ചനാണ്, അറുബോർനാണെന്നൊക്കെ പറയും. പക്ഷേ ഇത് ആർക്കും വേണ്ടാത്തപ്പോൾ, ഒന്നിനും കൊള്ളാതെ ആകുമ്പോൾ, അല്ലെങ്കിൽ സമയം സമാഗതമാകുമ്പോൾ അതുവരെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. വചനത്തിലൂടെ ജീവിക്കുക, അവസാനം വരെ കാത്തിരിക്കാതെ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വചനപ്രകാരം വചനത്തിലൂടെ ജീവിക്കുക. കാരണം ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ, ഏശയ്യാ പ്രവചനം 55:10 മുതൽ 12 വരെ, മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ഷൈജു ബ്രദറിൻ്റേതാണെങ്കിലും അത് ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി കൊടുത്തിരിക്കുന്നു.
കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ വചനത്തിലൂടെ നിങ്ങളിലേക്ക് ഈ വചനം കേൾക്കുമ്പോൾ യേശുവാണ്, പരിശുദ്ധാത്മാവാണ് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറും. പറയുന്നവനും കേൾക്കുന്നവനും മുറിയണം, ശുദ്ധീകരിക്കപ്പെടണം. യോഹന്നാൻ 15:3 പറയുന്നുണ്ട്, യേശു പറഞ്ഞ വചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവരായിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കയിലോ വീട്ടിലോ അല്ലെങ്കിൽ തളർന്നോ രോഗിയായോ മാനസികമായി അടിമത്തത്തിലോ അവർക്കിപ്പോൾ ഒരു ഉണർവുണ്ടാകും, ഒരു അഭിഷേകം ഉണ്ടാകും, ഒരു തരിപ്പുണ്ടാകും, ഒരു പ്രസരിപ്പുണ്ടാകും, ഒരു ചൈതന്യം ഉണ്ടാകും. കാരണം ദൈവത്തിൻ്റെ വചനമാണ്. ഇതിങ്ങനെ കേട്ട് 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 നമ്മളിൽ ശക്തി നിറഞ്ഞ് കർത്താവിൻ്റെ വചനത്തിനായുള്ള ദാഹം. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അതിരത്ത് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. കുഞ്ഞെ, അത് വിശ്വസിക്ക്. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിജയപ്രദമായി ചെയ്യും. ഇതാ കർത്താവിൻ്റെ വചനം. വചനം യേശുവാണ്. യോഹന്നാൻ 1:1 അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അവിടുത്തെ കൂടാതെ ഒന്നും ഉണ്ടാകത്തില്ല. വീണ്ടും സുവിശേഷത്തിൽ മാർക്കോസ് 13:31 പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. കർത്താവിൻ്റെ വചനങ്ങൾ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കും. ഞാനിപ്പോൾ എൻ്റെ കിടപ്പുമുറിയിലിരുന്നാണ് പറയുന്നത്. എൻ്റെ അപ്പന് വേണ്ടി അപ്പൻ്റെ കൂടി മാറണം, അപ്പനൊരു 15 കൊല്ലം കൂടി ജീവിച്ചിരിക്കണമെന്നാണ് പ്രാർത്ഥിക്കാനായിട്ട് അപ്പൻ അറിയാതെ വിടുമ്പോൾ അമ്മ പറഞ്ഞു തന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ അമ്മയുടെ അപ്പനും അമ്മയും കുഞ്ഞുനാളിലും. ഒരു പക്ഷേ ഞാൻ വേറെ വീഡിയോകളിൽ ഇത് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുള്ളവരാണെങ്കിൽ ക്ഷമിക്കണം, കേൾക്കാത്തവരുണ്ട്. പക്ഷേ 15 വർഷം അപ്പൻ ജീവിച്ചു. എന്തെല്ലാം നഷ്ടവും നാണക്കേടും അവമാനവും ദുഃഖദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു മനുഷ്യന്, അതെപ്രകാരം തിരുത്താനും നന്നാക്കാനും മാറ്റിയെടുക്കാനും നേടാനും പറ്റുമോ അതുപോലെ മാറ്റങ്ങൾ വന്ന് നിങ്ങൾ എന്നെ കണ്ട് പഠിക്കെന്ന് പറയാൻ കഴിവുള്ള ഒരപ്പനായിട്ടാണ് ജീവിച്ച് പറയുമായിരുന്നു, നിങ്ങൾ എന്നെ കണ്ട് പഠിക്ക്. അത്ര പ്രാർത്ഥനയിലെ ഒരു അച്ചടക്കവും മാതൃകയും ആണ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് വചനത്തിലൂടെ കിട്ടിയതാണ്. അതുകൊണ്ട് ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും അത് കടന്നു പോവുകയില്ല. മാർക്കോസ് 13:31 വചനമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഞാൻ അപ്പച്ചൻ്റെ പടം പുറകിൽ വെച്ചതെന്ന് വെച്ചാൽ അപ്പച്ചനെ കണ്ടിട്ടില്ലാത്തവരുണ്ടാകും, പക്ഷേ എന്നേക്കാൾ 100 മടങ്ങ് പലർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ടുള്ളവരുണ്ടാകും. ഇപ്പോഴും പലയിടത്ത് വെച്ച് കാണുമ്പോഴും പറയും, കാര്യം ഇത് ചോയി ബ്രദറിൻ്റെ മോനായിരുന്നല്ലേ, ഞങ്ങൾക്കറിയില്ലായിരുന്നെന്ന് പറയും. 1000 മടങ്ങാണ് അവർക്ക് അത് പറയുമ്പോഴുള്ള വെളിച്ചം. അപ്പോൾ ക്രിസ്തുവിൻ്റെ വെളിച്ചം അതിനേക്കാൾ എത്രയോ മടങ്ങാണ്. അത്രക്ക് വചനത്തിനുള്ള ദാഹത്തിലും വചനത്തിലൂടെയാണ് അദ്ദേഹം യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ ജീവിച്ചത്. അങ്ങനെ ഒത്തിരി തകർന്ന് തരിപ്പണമായ വ്യക്തികൾ, കുടുംബങ്ങൾ, മദ്യപാനികൾ, വഴക്കുകൾ, കേസുകളൊക്കെ അവസാനിപ്പിച്ച് മാറ്റങ്ങൾ വന്ന് പുതുക്കിപ്പണത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിതരും ശിഷ്യന്മാരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് നല്ലൊരു ടീം സ്പിരിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. ഇന്നിപ്പോൾ ഒത്തിരി ശുശ്രൂഷകൾ, ധ്യാന കേന്ദ്രങ്ങൾ, പ്രേയർ ഗ്രൂപ്പുകളെല്ലാം ഒത്തിരി ആയല്ലോ. അദ്ദേഹം റിസ്ക് എടുത്ത് പ്രാർത്ഥിച്ചു, രാവും പകലും പ്രാർത്ഥിച്ചു. ഒത്തിരി ബന്ധനങ്ങൾ വചനം പറഞ്ഞുകൊണ്ട് മത്തായി 10:8 രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കും, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുവിൻ. ഇതായിരുന്നു ആ വചന പ്രഘോഷണ പ്രാർത്ഥന ശുശ്രൂഷ. തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ആളുകൾക്ക് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. മാർക്കോസ് 16:15-18 പറയുന്നുണ്ട്, വചനത്തിലുള്ളതാ. വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങളുണ്ട്. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, രോഗികളുടെ മേൽ കൈകൾ വെക്കും, മാരകമായി എന്ത് കുടിച്ചാൽ അവരെ ഉപദ്രവിക്കില്ല, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അത്രക്ക് വിശ്വാസമായിരുന്നു. ഞങ്ങളപ്പച്ചനോട് ചോദിക്കുക, അപ്പച്ചൻ ചിലരോടൊക്കെ പറയും, ഒന്നും പേടിക്കണ്ട, 3, 2, 1 സാക്ഷ്യപ്പെടുത്താൻ ഇടയായിരിക്കും, അല്ലെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം, അതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് വരും. പക്ഷേ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് കുളമായിരിക്കുന്ന അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ച് രക്ഷയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഓടിപ്പിടിച്ച് വരുന്നത്. അപ്പം അപ്പനോട് ഞങ്ങൾ ചോദിക്കും, ഇത് ശരിയാകുമോ, ശരിയായില്ലെങ്കിൽ നാണക്കേടല്ലെന്ന്. സ്വകാര്യമായിട്ട് അവർ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ മാറിക്കഴിയുമ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയും, ആദപ്പള്ളി ജോയി പണ്ടേ മരിച്ചു കഴിഞ്ഞതാണ്. അത് ശരി, ആത്മഹത്യക്ക് പോലും പലതവണ ശ്രമിച്ച് പരാജയപ്പെടുകയും അപകടം സംഭവിക്കുകയും ഒക്കെ ചെയ്ത അവസ്ഥകൾ. കാരണം ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നുള്ള അവസ്ഥയാണ്. കുടുംബത്തോടെ മരിക്കാൻ വിഷമം മേടിച്ച്
വെച്ചുകൊണ്ടിരുന്ന നാളുകളിലാണ് അമ്മ ഒന്നും കൂടെ കരുണക്കൊന്തയും മാർക്കോസ് 1:5-9 വിക്ടർ ബ്രദർ ഞങ്ങളോട് പറഞ്ഞു തന്ന വചനം. മാർക്കോസ് 1:5-9 അധ്യായം മാറി മാറി ഇന്ന് 1 നാളെ 5, നാളെ 5 മറ്റന്നാൾ 9 വചനം ഇങ്ങനെ ഒരു മാസത്തോളം പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ സങ്കീർത്തനം 91 എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സങ്കീർത്തനം 51 പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സങ്കീർത്തനം 32 പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സങ്കീർത്തനം 27 പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹോംവർക്ക് പോലെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ യോഹന്നാൻ 15, 16, 17 അധ്യായങ്ങൾ മാറി മാറി വായിക്കാൻ പറഞ്ഞു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3, 6, 9 അധ്യായങ്ങൾ വായിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വചനം പ്രാർത്ഥിച്ച് 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 വചനത്തിലൂടെയാണ് ഈ അഭിഷേകം ഇങ്ങനെ ശക്തി ഇങ്ങനെ സ്പിരിറ്റ് ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു, വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ലൂക്കാ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ വാക്യം, അതായത് പ്രാർത്ഥനയോടെ വചനം കേൾക്കണം, സുവിശേഷം ഗ്രഹിക്കണം, വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് യേശു തുറന്നു. യേശു തുറക്കും. ഇത്രയും നാൾ നമ്മൾ അടച്ചു വച്ചിരിക്കുന്നതോ ഈ ലോകത്തിൻ്റെ അധികാരി അടച്ചു വച്ചിരിക്കുന്നതോ നമ്മൾ അവൻ്റെ കീഴിൽ ഇരിക്കുന്ന ബന്ധനത്തിലിരിക്കുന്ന അവസ്ഥ. പക്ഷേ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയോട് വചനം കേൾക്കുമ്പോൾ എഫെസസ് 6:19 പറയുന്നുണ്ട്, വിശുദ്ധ പൗലോസ് എഫെസസ്യരോട് പറയുകയാണ്, ഞാൻ അധരങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വചനം കിട്ടാനും വചനം കൊടുക്കാനും വചനം പ്രവർത്തിക്കാനും ഹൃദയം തുറക്കാനും പ്രാർത്ഥിക്കണം. ഞാൻ വലിയ പുള്ളിയാണ്, എനിക്ക് ഇത്ര നാളായിട്ട് കിട്ടിയില്ല, എന്തുകൊണ്ടാണ് കിട്ടണമെന്നൊക്കെ ചോദിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴാണ് അതിൻ്റെ സമയം. എളിമപ്പെടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ലൂക്ക 8:15 ഇതിൻ്റെ പ്രത്യേകമായ ഒരു കാര്യം. അപ്പോൾ ലൂക്ക 24:45 കണ്ടു, എഫെസസ് 6:19 കേട്ടു. ലൂക്ക 8:15 പറയുകയാണ്, നല്ല നിലത്തു വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടുകൂടി ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നു. അത് നമ്മളായിത്തീരണം, അത് എന്നിലായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നല്ല നിലത്ത് വീണത് അത് അവകാശപ്പെടാൻ നമുക്ക് പറ്റുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകാനല്ല. അങ്ങനെ ഒരു സംഭവം ഓർക്കണം. ഒരു വീട്ടിൽ ഗർഭിണിയായിരിക്കുന്ന സഹോദരിക്ക് രണ്ട് ചെവിക്കും കേൾവിശക്തി, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാവുന്നില്ല. കുറേ വർഷം കൊച്ചുങ്ങളില്ലാതിരുന്ന് ഗർഭിണിയായിരിക്കുന്നത്. അപ്പോൾ ENT ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരു പാരസെറ്റമോൾ പോലും കഴിക്കാൻ ഈ സമയത്ത് പാടില്ല. ഈ പ്രസവം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത്ര നാൾ ചെവി കേട്ടിരുന്ന അമ്മക്ക് ഗർഭിണിയായപ്പോൾ ചെവി കേൾക്കാൻ പറ്റാതെ ഈ പങ്കാളിക്ക് ആകെ കുടുംബത്തിൽ അസ്വസ്ഥത. അപ്പോൾ ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. ഈ കുടുംബത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ ചെവി ഇങ്ങനെ അടച്ചു പിടിച്ചോളാൻ പറഞ്ഞു. അന്ന് ഞാൻ ഇപ്പുറത്തെ ചെവിയിൽ കൂടെ യേശുവേ എന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. എന്ത് ധൈര്യത്തിൽ ചെയ്തെന്നറിയില്ല. എൻ്റെ ചെവി തുറന്നു. ഓപ്പറേഷൻ ഞാൻ പറഞ്ഞ എടുക്ക് എത്രയോ ഓപ്പറേഷൻ പറഞ്ഞേക്കണം. ഈ പ്രസവം കഴിയുമ്പോൾ ഓപ്പറേഷൻ അല്ല, ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, ഒന്നും എടുക്കാൻ വേണ്ടിയല്ല, തമാശക്ക് പറഞ്ഞതാ. അത്ര പെട്ടെന്ന് തുറന്നു. അപ്പം ചെവി മാത്രമല്ല തുറക്കുന്നത്, വചനം. ഒരു ചേച്ചി ഒരു വെള്ളിയാഴ്ച വന്നപ്പോൾ കയ്യിലെ മുഴയും കാണിച്ചുകൊണ്ട് വരികയാണ്. വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നേക്കണേ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുരിശ് വെച്ചിട്ട് എല്ലാവരോടും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒന്നും സംഭവിച്ചിട്ടില്ല, മുഴ അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ബ്രദറെ ഇപ്പം മുഴ കാണാനില്ല. പിറ്റേ വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ കാണിച്ചു തന്നു. കീറണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി സംഭവമുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് എല്ലാവരും കൂടി കൊണ്ടുവന്നിട്ട് പൊക്കി എടുത്തുകൊണ്ട് വന്ന നടുവേദന, നടുവിന് വെയിറ്റൊക്കെ ഇട്ട് തലയിഴക്കണം പാട്, അതിൻ്റെ എന്തോ ഒരു പേര് പറയും, ട്രാക്ഷൻ എന്ന്. ആശുപത്രിയിലൊക്കെ കിടന്ന് ഇനി ഓപ്പറേഷനേ ഉള്ളെന്ന് പറഞ്ഞ രോഗീനെയാണ് പ്രാർത്ഥനക്കാരെ കളിയാക്കുന്ന ഒരു മെയിൻ ആളായിരുന്നു. അയാൾ തന്നെ പറഞ്ഞതാ ഈ പ്രാർത്ഥനയും ധ്യാനം. അയാളൊരു അക്രൈസ്തവനാണ്. ഇതിനൊക്കെ പോകുന്നവരെ കണ്ടാൽ വിടൂല. അവസാനം യേശു കർത്താവാണെന്ന് മരിക്കുന്നത് വരെ ജീവിച്ചിരുന്ന അത്രയും വർഷം, കുറേ വർഷം ജീവിച്ചിരുന്നു. ഇതാ അനേകരെ അദ്ദേഹം വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും കൊണ്ടുവന്ന് എല്ലാ ശനിയാഴ്ചയും വന്ന് വചനം കേട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ വചനം കേട്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന് പറഞ്ഞതുപോലെ വചനം കേട്ട് ദൈവമക്കളായി വചനത്താൽ നമ്മൾ നിറയപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ലൂക്ക 8:15 മറന്നു പോകരുത്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടുകൂടി ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നു.
ക്ഷമയോടുകൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ക്ഷമയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. കാരണം യോഹന്നാൻ 14:26 പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും. നമ്മളല്ല, ഇത് വായിക്കാനും പറയാനും കേൾക്കാനും മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പം പരിശുദ്ധാത്മാവിൽ വചനം കേൾക്കണം. നേരത്തെ പറഞ്ഞ ഇത് മറന്നു പോരുത്. ലൂക്ക 24:45. നിങ്ങളൊക്കെ വചനം പഠിക്കണം, വചനം എഴുതി വെക്കണം, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരുടെ മനസ്സ് വചനം ഗ്രഹിക്കാൻ, വിശുദ്ധ ഗ്രന്ഥം ഗ്രഹിക്കാൻ തക്കത് അവരുടെ മനസ്സ് യേശു തുറന്നു. ലൂക്ക 24:45. ഇതുപോലെ നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവ് തുറക്കും. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പിന്നെ ആരും പഠിപ്പിക്കാൻ നടക്കണ്ട, ആരുടെയും പുറകെ നടക്കണ്ട. പിന്നെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നയിക്കും. സങ്കീർത്തനം 119:11. നല്ല വാക്സിനാണ് വചനം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നാൽ ഈ വചനം നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 16-ാമത്തെ അപ്പോസ്തല പ്രവർത്തനത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ വചനം കേട്ടപ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം, ഞങ്ങളുടെ വാക്ക് കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ, ശ്രദ്ധിച്ചോണേ, പട്ടുവിൽപ്പനക്കാരിയാണ്. ഭക്തിമാർഗമാണെന്നും പറഞ്ഞിട്ട് ജോലിയൊന്നും ചെയ്യാതെ ജീവിച്ചില്ല. പലരും വിളിക്കുന്നുണ്ട്. 6 വർഷമായി 7 വർഷമായി രണ്ടുപേരും ജോലി കളഞ്ഞ് ദൈവം തരുമെന്നും പറഞ്ഞ് കയറിയിരിക്കുന്നവരും കടം മേടിച്ച് കൂട്ടിയവരും. ഞാൻ ഇന്നും കൂടെ ഒരു സഹോദരനെ വിളിച്ചു. വഴക്ക് പറയാൻ പാടില്ല, എന്നാലും ചിലരെയൊക്കെ ശാസനാരൂപത്തിൽ പറയേണ്ടി വരും. അവിടെ നിന്ന് കിട്ടിയില്ല, ഇവിടെ നിന്ന് കിട്ടിയില്ല. പറ്റുമെങ്കിൽ വിളിക്കുന്നത് നമ്മൾ ഈ തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വഴിയരികിലൊക്കെ. അത്രയും നിലം പറ്റിയ അവരില്ല. വീടും കൊടിയും വാടക വീടാണെങ്കിലും ഉള്ളവരാണ്. പാലത്തിനടിയിലും വഴിയിലും കടത്തിനും വിശപ്പിൻ്റെ വിളിയുന്ന ശുശ്രൂഷ. അപ്പോൾ അതിൻ്റെ പടം കണ്ടിട്ട് അതിൽ നിന്ന് ഊർത്താൻ പറ്റുമോ കിട്ടുമോ എന്നും പറഞ്ഞിട്ട് എണ്ണിപ്പറക്കുന്നവരും വിളിക്കുന്നവരും ഉണ്ട്. ദൈവം സഹായിച്ച് അതിനാരും മുതിരണ്ട. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച അത് വിശേഷ ബുദ്ധിയോടെ ഞങ്ങൾ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ വിളിക്കുന്നത് വചനമൊന്നും പറഞ്ഞ് വിളിക്കും. വചനമല്ല, പക്ഷേ അങ്ങോട്ട് പോയി കടന്ന് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലോട്ടോ അവരുടെ അത്രയും ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. ചോദിക്കുമ്പോൾ ഭാര്യയും ജോലിക്ക് പോകണില്ല, ഭർത്താവും ജോലിക്ക് പോകണില്ല. ഒരു സഹോദരനോട് ഇതുപോലെ ഒരിക്കൽ പറഞ്ഞ്, ഞങ്ങളുടെ കുടുംബത്തെ പെണ്ണുങ്ങളാരും ഇന്നുവരെയും ജോലിക്ക് പോയിട്ടില്ല, അത് ഞങ്ങളുടെ കുടുംബക്കാർക്ക് മാനക്കേടാ. ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കണേണ്, ചവിട്ടിയിരിക്കുന്നിടത്ത് മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കണേണ്. ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും ഇവിടെ വെച്ചെങ്കിലും കടമേടിക്കൽ നിർത്തി ഉള്ളടം വെച്ച് ഒന്ന് പിടിച്ചു നിർത്തി കയറി പോരാൻ നോക്ക്. പക്ഷേ പരിശുദ്ധാത്മാവ് തൊട്ടു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വന്ന് വചനം കേട്ടു, പോയി പ്രാർത്ഥിച്ചു, തടസ്സങ്ങളെല്ലാം മാറി. ഇപ്പം അപ്പനും അമ്മയും മോനും ജോലി എടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഈ വചനം ഇത് അവരിലും എത്തിച്ചേരും, കേൾക്കുന്നുണ്ടാകാം. ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബത്ത് പെണ്ണുങ്ങളാരും, ഈ കുടുംബത്ത് ഞങ്ങൾ മാത്രം എങ്ങനെയുള്ളൂ, ആരും ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ വിദേശത്തൊരു രാജ്യത്ത്, വിദേശത്ത് മാത്രമല്ല കേട്ടോ, നാട്ടിലും ജോലികൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ബംഗാളികളും ഈ മറുനാടൻ തൊഴിലാളികൾ, എന്താണ് നമ്മൾ പറയുന്നത്, അവരൊക്കെ ഇവിടെ വന്ന് നല്ല ആസ്വദിച്ച് സന്തോഷിച്ച് ഉള്ളത് നല്ല അടിപൊളിയായിട്ട് അവർ നാട്ടിലേക്ക് പോകുന്നതും കൊണ്ടുപോകുന്നതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിഥി തൊഴിലാളികൾ എന്ന് പറയും, അത്രയ്ക്ക് ഗ്രേറ്റാണ് അവർ. നല്ല അടിപൊളിയായിട്ട്, നമ്മുടെ ആൾക്കാർക്ക് ജോലിയില്ല, കടവും മാറുന്നില്ല, കടവും മേടിച്ച് കൂട്ടണമായിട്ട് കടം കൊടുത്തവനെ തെറി പറയുന്ന. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, 3 വർഷമായി നാട്ടിൽ വന്നിട്ട് അവിടെയും പലിശക്കെടുത്തിട്ട് പലിശക്കാരിപ്പോൾ ജോലി സ്ഥലത്ത് വന്ന് ജോലി കളയുന്ന അവസ്ഥയിലായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെയും പലിശക്കെടുത്തിരിക്കുക മലയാളി പോയിട്ട്. അപ്പോൾ പറഞ്ഞു, ബ്രദറെ, അവിടത്തേനേക്കാൾ കൂടുതൽ പലിശ കൊടുക്കുന്ന മലയാളികൾ നേഴ്സുമാരും ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്ന്. എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 16-14 വചനത്തിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ വാക്ക് കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം
ഹൃദയം തുറന്നു. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് അതാണ്. കർത്താവേ, ഒരുപാട് നാളായി വചനം കേൾക്കാൻ വേണ്ടി. ഇനി ഓടാത്ത പോകാത്ത സ്ഥലമൊന്നുമില്ല, ചെയ്യാത്ത കർമ്മങ്ങളൊന്നുമില്ല. കർത്താവേ, അവരുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ധ്യാനഗുരുക്കന്മാരുടെ, ശുശ്രൂഷകരുടെ, ബ്രദറിൻ്റെ, അച്ഛന്മാരുടെ, സിസ്റ്ററിൻ്റെ ആരുടെയും കുഴപ്പമില്ല. ഞങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവെ തുറക്കണമേ. കാരണം ഞങ്ങൾ താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക കാര്യം, വിസക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, കാറിന് വേണ്ടി, വീടിന് വേണ്ടി, കോഴ്സിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദൈവത്തെക്കാൾ സ്ഥാനം ഇത് പലതിനും കൊടുത്ത് മക്കളെ എന്നും പറഞ്ഞിട്ട് റബ്ബർ സ്റ്റാമ്പ് അടിച്ചതുപോലെ അവരെ ഇപ്പോഴും വിടുന്നില്ല. എല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നും കൂടെ പത്രത്തിൽ കാണുക, ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു. എത്ര എണ്ണമാണ് ഇതുപോലത്തെ സംഭവങ്ങൾ? തൂങ്ങി മരിക്കുന്നു, വെള്ളത്തിൽ ചാടി മരിക്കുന്നു. ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. മനുഷ്യന് അറിവും വിവരവും വിദ്യാഭ്യാസവും കൂടി. കാരണം സ്വയം എല്ലാം ഇങ്ങനെ അപ്പൻ ചെയ്തു കൊടുത്ത്, അമ്മ ചെയ്തു കൊടുത്ത്, മറ്റുള്ളവർ ചെയ്തു കൊടുത്ത്, എല്ലാം ചെയ്ത് കിട്ടണം. അവസാനം സ്വയം കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും കൈവിട്ട കാര്യം വരുമ്പോൾ ഇനി രക്ഷയില്ല, ജീവിച്ചിട്ട് കാര്യമില്ല, സ്വയം നേരിടാൻ പറ്റുന്നില്ല, ഡിപ്രഷനിലേക്ക് പോകുന്നു, ബൈപ്പോളാർ ഡിസീസിലേക്ക് പോകുന്നു. പലതും നമ്മൾ വരുത്തി വെക്കുന്നതാണ്. അതുകൊണ്ട് മക്കളെയൊക്കെ ശ്രദ്ധിക്കേണ്ട, നോക്കണ്ട എന്നല്ല, എന്നിട്ട് അവർക്ക് വല്ലതും കിട്ടുക, നമുക്ക് വല്ലതും കിട്ടുക. ഈ മക്കളെ നോക്കിയിരുന്ന അവസാനം അപ്പനും അമ്മയും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞ ഇതാണ്, അപ്പനെക്കുറിച്ച് കൊച്ചുങ്ങളോട് ഇങ്ങനെ പറയുമായിരുന്നു, അപ്പനെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അപ്പനൊരു ദേഷ്യക്കാരനാണ്, അപ്പനൊരു ഡിപ്രഷൻകാരനാണെന്ന് പറയും. ഇപ്പം അമ്മയുടെ സങ്കടം ഇതാണ്, ഭർത്താവിനോടുള്ള മക്കളുടെ പെരുമാറ്റ രീതി സംസാരിക്കുന്നില്ല. സംസാരിച്ചാൽ തന്നെ ചാടിക്കടിക്കുന്നു. അമ്മക്കിപ്പോൾ മനസ്സിലായി സ്വയം വരുത്തി വെച്ചതാണെന്ന്. അപ്പനെ മാനിക്കുന്നില്ല, അമ്മനെ മാനിക്കുന്നില്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി അപ്പൻ ദേഷ്യപ്പെടനെ വഴക്കുറനെ കാണാം, അപ്പന് ഡിപ്രഷനാണ്, അപ്പൻ ദേഷ്യക്കാരനാണ്, അപ്പൻ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്. ഇപ്പം അപ്പൻ്റെ നേരെ മക്കൾ ചേരുന്നില്ല. അപ്പൻ അധികപ്പറ്റി. ഇനി അമ്മേനെയും വേണ്ട. ചില കുടുംബങ്ങളിൽ അമ്മ മക്കളായിട്ട് ജീവിക്കുന്നു. അപ്പോൾ വിവാഹ ജീവിതത്തിൽ പോലും തകർച്ച. ഇതാ എതിർലിംഗത്തിൽപ്പെട്ട ആ വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ പലരും സ്വവർഗരതിയിലോട്ടും അങ്ങനെയുള്ള തിന്മയിലേക്കൊക്കെ പോകുന്നു. അപ്പനെ വേണ്ട, അമ്മനെ മതി എന്നും പറഞ്ഞ് ജീവിച്ച് കഴിയുമ്പോൾ എതിർലിംഗത്തിൽപ്പെട്ടവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്നേഹിക്കാനോ തൃപ്തിപ്പെടുത്താനോ സന്തോഷിക്കാനോ സാധിക്കാത്ത പലതരം വൈകല്യങ്ങൾ, മനഃശാസ്ത്രപരമായിട്ടുള്ള പല ക്രമക്കേടുകളിലേക്കും പോകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വചനമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഓരോ അപ്പനും അമ്മയ്ക്കും, ഓരോ ഭാര്യയ്ക്കും ഭർത്താവിനും വചനമുണ്ടാകണം. മക്കളൊക്കെ പറക്കമുറ്റി ഒരു ലെവലായി കഴിഞ്ഞപ്പോൾ അപ്പനെ ചവിട്ടി താഴ്ത്തിയ അമ്മയായിട്ട് പാറ്റിക്കൊണ്ടിരിക്കുന്ന അപ്പനോട് സിമ്പതി അങ്ങനെയുള്ളതും ഉണ്ട്. അമ്മനെയും വെറുപ്പ്. കണ്ണിന് കണ്ടുകൂടാ, 10 വയസ്സൊക്കെ വകയില്ല. പണ്ടത്തെ പിന്നെ ഇവർ പറയുമ്പോൾ അത് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്തു കൊടുത്തു. പക്ഷേ അപ്പനിലും അമ്മയിലും അവരിലൂടെ ഒരു വചനം അവർക്ക് കിട്ടിയില്ല, ഒരു മാതൃക കിട്ടിയില്ല. ഞങ്ങളുടെ പള്ളിയിൽ നേരത്തെ സെൻറ്റ് സെബാസ്റ്റ്യൻ, ചളിക്കോട്ടം ശാന്തിനഗർ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവക്കാരനാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഇടവ വികാരിയായിരുന്ന ജയം പയ്യപ്പള്ളി അച്ഛൻ ഒരു കാര്യം പറയും. ഞാൻ വരാപ്പുഴ രൂപതക്കാരനാണ്. അച്ഛൻ പറയും, തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അപ്പനെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ, അപ്പനെ ബഹുമാനിക്കുന്ന അമ്മയെ കാണുമ്പോൾ, അമ്മയെ ബഹുമാനിക്കുന്ന അപ്പനെ കാണുമ്പോൾ മക്കൾക്ക് മനസ്സിലാകും ഈ അപ്പനേക്കാൾ, ഈ അമ്മയേക്കാൾ വലിയൊരു ദൈവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ പറഞ്ഞൊരു കാര്യം, പക്ഷേ അത് നല്ല ഒരു സന്ദേശമായതുകൊണ്ട് അത് മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞടക്കുക. അച്ഛനുള്ള സമയത്ത് ഞാൻ കാറ്റീസ് ഹെഡ് മാസ്റ്ററായിട്ട് ഞങ്ങൾ രണ്ടുപേരും കാറ്റീസത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വചനം കിട്ടാനും കൊടുക്കാനുള്ള ഒരു അവസരങ്ങളും പാഴാക്കി കളഞ്ഞിട്ടില്ല. എനിക്കിത് കേട്ടുകൊണ്ടിരിക്കുന്നവരോടും പറയുന്ന ഇതാണ്, വചനമാണല്ല. വ്യക്തികളിലും ലോകത്തിലും ആശ്രയിച്ചാൽ അവിടെ എല്ലാം പരാജയവും തകർച്ചയും. അപ്പോൾ പട്ടുവ്യാപാരിയായ ലിദിയായുടെ ഹൃദയത്തെ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അതുകൊണ്ട് ഈ വചനപ്രഘോഷണം കേൾക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ ഹൃദയം തുറക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. വീണ്ടും തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ, അത് ഇന്ന് ഒരു ശ്രദ്ധയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, പക്ഷേ ഇന്ന് വീണ്ടും ശ്രദ്ധിച്ച നല്ലൊരു വചനമാണ്. എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ച 1 തിമോത്തി 4-ാം ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ്, കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നിരാകരിക്കേണ്ടതില്ല. കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഉറക്കമില്ല, സ്വസ്ഥതയില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല,
ആരും എന്തോ ചെയ്ത് ദൈവത്തിലല്ല ഇങ്ങനത്തെ വിശ്വാസങ്ങൾ, സ്ഥലത്തിൻ്റെ കുഴപ്പം, കട്ട്ലയുടെ കുഴപ്പം, ജനലിൻ്റെ കുഴപ്പം, വീടിൻ്റെ കുഴപ്പം. ഇതുപോലെ ഒരു ക്രിസ്ത്യാനി വിറ്റിട്ട് പോയ വീടാണിത്. കുഴപ്പമൊന്നും പറഞ്ഞിട്ട് മനുഷ്യന് രോഗങ്ങളൊക്കെ വരും. ഒരു രോഗം വരാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ടോ, ഏതെങ്കിലും വ്യക്തി ഉണ്ടോ? ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലയളവിൽ ഇങ്ങനെ ജനനം, അതുപോലെ വളർത്തുന്നു, പഠിപ്പിക്കുന്നു, നല്ല കോഴ്സുകളൊക്കെ എടുക്കുന്നു, പിന്നെ ജോലി, വിവാഹം, വീട് വെക്കൽ, അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് വരുന്ന അപകടങ്ങൾ വരും, രോഗങ്ങൾ വരും, അല്ലെങ്കിൽ അത്യാഹിതം വരും, പ്രിയപ്പെട്ടവരുടെ വേർപാട് വരും, അതുപോലെ ഡിസേബിൾ ആകുന്ന അവസ്ഥകൾ. എത്രയോ പേര് വീൽ ചെയറിൽ തന്നെ ഇരുന്ന് ജീവിതം തള്ളി നിൽക്കുന്നവരുണ്ട്. ഒരു കാലത്ത് നല്ല നിലയിൽ ഓടിയാണെന്ന്. ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ തന്നെ, എനിക്ക് 2 ആക്സിഡൻറ്റ് കഴിഞ്ഞു. അതിലൊരെണ്ണം വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അത് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ, അല്ലെങ്കിൽ പറമ്പിനോ വീടോ കട്ടിലക്കോ ഭൂമിക്കോ കന്നിമൂലയും പറഞ്ഞിട്ട് എല്ലാം വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യം. ഇതൊന്നും വിശ്വഗ്രന്ഥത്തിലില്ലാത്ത കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിയമാവർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കുറ്റമറ്റവനായിരിക്കണം. വചനം സ്വീകരിക്കുന്നവർ കുറ്റമറ്റവരായിരിക്കണം. വെറുതെ പ്രസംഗം കേട്ട് വചനം എഴുതി വചനം പറഞ്ഞ് 28 പ്രാവശ്യം, 33 പ്രാവശ്യം, 53 പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ തലയിൽ കിടപ്പുണ്ടെങ്കിൽ എങ്ങനെ വചനം പ്രവർത്തിക്കും? നിയമാവർത്തനം 18:9 മുതൽ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. പല ദുരാചാരങ്ങളും ഉണ്ടായേക്കാം നമ്മുടെ ഇടയ്ക്ക്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ, ഓജോ ബോർഡൊക്കെ അതിൽ വരും. ഇവരാരും ഭാവി അറിയാൻ വേണ്ടിയുള്ള, ഭാവി അറിയാതിരുന്നിട്ട് തന്നെ ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ആദ്യ പിടിച്ച് ജീവിതം തകർത്ത് കളയുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നിവരാരും ഇനി കൂടുതൽ അറിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? അതും പ്രതീക്ഷിച്ചിരിക്കും. അവസാനം ദൈവാശ്രയമില്ല, പ്രാർത്ഥനയില്ല. കാരണം ഭാവി അറിഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പോൾ അത് അതിനേക്കാൾ വലിയ പ്രശ്നം. ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശബന്ധിക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും. ഇത്തക്കാർ കർത്താവിന് നിന്ദരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ, ബൈബിൾ പറയുന്നത് മ്ലേച്ഛ പ്രവൃത്തികളാണ്. ഇതൊക്കെ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിഷ്കാഷണം ചെയ്ത് തൂത്തുവാരിക്കളയും. അഡ്രസ്സ് പോലും കാണത്തില്ല. ദൈവത്തിന് അത്രയും അസഹിഷ്ണുവായ ദൈവം, തമ്പുരാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. ഉൽപ്പത്തി 17:1 പറയുന്നുണ്ട്, കുറ്റമറ്റവനായിരിക്കുന്ന അബ്രാഹാമിനോട് പറയുന്ന ദൈവം. അതുകൊണ്ട് വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഇതാ പരിശുദ്ധാത്മാവെ എൻ്റെ ഹൃദയത്തെ തുറക്കണേ, ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ള കൃപ തരണമേ. ഇതിനെ വളരെ വ്യക്തമാക്കിക്കൊണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടാൽ പലർക്കും പിടിക്കത്തില്ല. ഇവൻ ആരുടെ, എവിടെ നിന്ന് വന്നു, ആരധികാരം തന്നു എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് സുവിശേഷം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്, ഇതാ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ആധികാരികമായിട്ട് തിരുവചനത്തിലൂടെയാണ് എല്ലാം പറഞ്ഞത്, അല്ലാത്ത ഒന്നും പറയാനില്ല. 2 തിമോത്തി 4:5 ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അത് ഈ കാലം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. വചനം അവിടെ ഇവിടെ എന്നും പറഞ്ഞ് ഓടുകയാണ്. എല്ലാവർക്കും പൈസ കൂട്ടാനുള്ള വചനം, പറമ്പ് മേടിക്കാനുള്ള വചനം, വീട് വിൽക്കാനുള്ള വചനം, ജോലിക്കുള്ള വചനം, കല്യാണത്തിനുള്ള വചനം, പറമ്പിനുള്ള വചനം, വിസക്കുള്ള വചനം, പൊന്നും പണവും വർദ്ധിപ്പിക്കാനുള്ള വചനം, ഇവിടെ ചിരഞ്ജീവിയായിട്ട് ജീവിക്കാനുള്ള വചനം. പക്ഷേ അതാണോ? ആത്മരക്ഷയിലേക്ക് വരുന്നില്ലെങ്കിൽ, മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ, വചനം സ്വീകരിച്ച് യേശു നമ്മളിൽ മാംസം ധരിക്കുന്നില്ല എങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ചത്ത് കഴിഞ്ഞ് മണ്ണടിഞ്ഞു പോകുന്ന ഒരു ജീവിതമായി മൃഗങ്ങളെക്കാൾ കഷ്ടമായി തീരത്തില്ല. അപ്പോൾ ജനങ്ങൾ ഉത്തമമായ 2 തിമോത്തി 4:5 പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ആളുകളും രീതികളും സ്ഥലങ്ങളും അന്വേഷിച്ച് ഓട്ടത്തോടോട്ടമാണ്. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച്, രോഗശാന്തി അത്ഭുത അടയാളം മാത്രം മതി, വചനം വേണ്ട. പക്ഷെ വചനം കേൾക്കുമ്പോൾ അതെല്ലാം വന്നുകൊള്ളും. ഫാൻ ഇടുമ്പോൾ
കാറ്റ് വന്നോളും, തണുപ്പ് കിട്ടിക്കോളും. AC ഓൺ ഇട്ടേച്ചാൽ മതി, ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും, അവിടെ കൂളിങ് തണുപ്പായിക്കൊണ്ടിരിക്കും. ഇത് കൂളിങ് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ഓൺ ചെയ്തിട്ടിട്ട് അവിടെ ഇരുന്നാൽ മതി. അതിനേക്കാൾ വലുതാ നമ്മുടെ ജീവിതവും നമ്മുടെ ആത്മീയതയും. ഇതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റത്തില്ല എങ്കിലും ഇതാ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അഭിരുചിക്ക് ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. അന്ധവിശ്വാസങ്ങൾ ചേർത്ത ആരോ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇന്നാളൊരു പാർട്ടി വന്നത് 80,000 രൂപ മേടിച്ചെന്ന് പറഞ്ഞ് 23 പ്രാവശ്യം വീട്ടിൽ കൂടോത്രം എടുക്കാൻ വന്നെന്ന് പറഞ്ഞു. എന്നിട്ട് മാറിയാ പറഞ്ഞു, അല്ല പരാതി പറയാൻ വിളിച്ചതാ, ബ്രദറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഒരു വെളിച്ചം കിട്ടി, ഞങ്ങൾ പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായി, എന്നിട്ട് ഇനിയും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ ഇല്ലാതെ എടുക്കാൻ ഇത്രയും നാൾ തന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ അത് അവിടെ കിടക്കട്ടെ, അവിടെ കിടന്ന് നിർവീര്യമായി പോട്ടെ, അല്ലാതെ പൈസ ഇല്ലെങ്കിൽ പിന്നെ വരാൻ നിവൃത്തിയില്ലെന്ന്. അതായത് എന്തിനു വേണ്ടി? പണം തട്ടാൻ. ദീപസ്തംഭം മഹാചര്യം, നമുക്കും കിട്ടണം പണം. പ്രശ്നത്തിൽ കിടക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നക്കാരനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മുമ്പിലത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടുകാരനും അപ്പുറത്തെ വീട് എല്ലാവരോടും ശത്രുത. ആരെങ്കിലും ഒന്ന് അനങ്ങുന്ന കണ്ടാൽ സംശയം മനസ്ഥിതി, അവരാ ഇവരാന്നും പറഞ്ഞിട്ട്. കാരണം എന്തു വേണമെങ്കിലും പറഞ്ഞു, ആരെ വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമല്ല. അന്ധവിശ്വാസക്കാരായതുകൊണ്ട് എല്ലാം അതുപോലെ തലയെ കയറ്റി തലക്ക് ഭ്രാന്ത് പിടിച്ച് ഉറക്കവുമില്ല, സ്വസ്ഥതയില്ല. അപ്പോഴാണ് യൂട്യൂബിലൂടെ വചനം കേട്ടിട്ട് വിളിച്ചേക്കണേ, ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി, കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നു, ബാങ്കിൽ ലോൺ മുടങ്ങി കിടക്കുന്നു, വീട്ടിൽ ജീവിക്കാൻ വഴിയില്ല, ദൈവം കൊടുത്ത വഴികളെല്ലാം ഈ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോയി ഒരുപാട് ചിലവാക്കി. എന്നിട്ട് ഞാൻ എന്താ കൊണ്ടുവന്നത്, ഇങ്ങനെ നോട്ടിൻ്റെ അകത്ത് 20-ൻ്റെ 10-ൻ്റെ 50-ൻ്റെ നോട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ചരട് കൊണ്ട് കെട്ടിയിട്ട് നിങ്ങൾ തൂങ്ങിച്ചാകാൻ വേണ്ടി അവർ ചെയ്തതാണെന്നും പറഞ്ഞു. ഇത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ ക്രിസ്ത്യാനി വിശ്വാസി നിങ്ങൾ? ഒരുപാട് കണ്ണീന്നൊക്കെ അല്ലെങ്കിൽ പറയുമ്പോഴൊക്കെ പൊട്ടിക്കരയുകയാണ്, ഞങ്ങളെ കൊല്ലാൻ, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി. അത് ഈ വെറുപ്പ് വെച്ച് അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായം നല്ല ശക്തമായിട്ട് വായിച്ചാൽ, വ്യക്തമായിട്ട് വായിച്ചാൽ മനസ്സിലാകും. വെറുതെ നോക്കുന്ന വായുവിൽ പോലും ഭീകരത, കൂരിരുട്ട്, ഭൂതം, പ്രേതം, അന്ധവിശ്വാസം വെറുതെ തോന്നും. കാരണം അത് ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കും. ജോബ് 3:25 പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് പോയി. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. അപ്പോൾ വചനം കൊടുക്കാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. വചനം കേൾക്കുന്ന, വചനം പറയുന്ന ഓരോ വ്യക്തിയും വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. കേൾക്കുന്നവർ ദൈവത്തിൻ്റെ വചനം മാത്രമാണ് എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നത്. വേറെ ആരും എന്ത് ചെയ്യണം? ഫിലിപ്പിയർ 2:16, നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കും, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. ഞങ്ങൾക്കും അഭിമാനം, നിങ്ങൾക്കും അഭിമാനം. നമ്മുടെ പാരമ്പര്യത്തോടും തലമുറകളോടും കുടുംബത്തോടെല്ലാം മരിച്ചുപോയവരോടെല്ലാം നമുക്കൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് വചനമില്ലാതെ നശിച്ചു പോകാനല്ല, അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകാനല്ല. അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിലുള്ളവർക്കൊക്കെ വചനമുണ്ടാകണം. വചനം പാലിക്കുന്നവരായി ജീവിക്കണം. ഒരു ജീവിതമുള്ളൂ. ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വചനപ്രകാരം ജീവിക്കാനുള്ള ഒരു തീരുമാനവും, വചനം വായിക്കാൻ, വചനം കേൾക്കാൻ, വചനം ഷെയർ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കാം. ഈ വചന ശുശ്രൂഷയെക്കുറിച്ചുള്ള, ദൈവവചനത്തെക്കുറിച്ചുള്ള ഈ പ്രോഗ്രാം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടെങ്കിൽ, പതിക്കുന്നുണ്ടെങ്കിൽ, ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കുചേർന്നൊരു പ്രേക്ഷിത വേലയായിട്ട് ഇത് കിട്ടാത്ത മറ്റുള്ളവർക്ക് കൂടെ സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7:30 മുതൽ 9 മണി വരെ ഇതുപോലെയുള്ള വചന ശുശ്രൂഷയും പ്രാർത്ഥനയും ഗാനങ്ങളും ഉൾപ്പെടുന്ന സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ ഗൂഗിൾ മീറ്റ് പ്രെയർ എല്ലാ ശനിയാഴ്ചയും ഉണ്ട്, വൈകിട്ട് 7:30 മുതൽ 9 വരെ. വാട്സാപ്പിലൂടെ വന്നാൽ, നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വന്നാൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഫോണിലൂടെ വിളിച്ചോ വാട്സാപ്പിലൂടെ വരാവുന്നതാണ്. വാട്സാപ്പിലൂടെയോ യൂട്യൂബിലൂടെ കമൻസിലൂടെയോ നിങ്ങളുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മെസ്സേജ് ചെയ്യുക. ഇനിയും ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് വചനം അല്ലെങ്കിൽ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ ദൈവം ആരിലൂടെ വേണമെങ്കിലും സംസാരിക്കാം.
പ്രാപ്യമായതാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ വചന ശുശ്രൂഷയിൽ വചനത്തിൽ വളരാം. വചനം പറയുന്നതോടെ ഇതെല്ലാം ഇങ്ങനെ വചനം ഇങ്ങനെ തങ്ങി 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 നിൽക്കും. വചനം വെറുതെ അല്ല, വചനം മാംസം ധരിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം അത്ഭുതം. അങ്ങനത്തെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ വരുന്നുണ്ട്. വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. കാരണം ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം എന്ത് ചെയ്യും? കാര്യങ്ങൾ അത് വിജയപ്രദമായി ചെയ്യുമെന്നാണ് യെശയ്യാ 55:12 പറയുന്നത്. ദൈവത്തിൻ്റെ വചനമില്ലാത്ത ഭർത്താവ്, വചനമില്ലാത്ത മക്കൾ, അമ്മ പ്രാർത്ഥിക്ക്. വിസറീത്ത പുണ്യവതിയുടെ ജീവിതം, വിസമോനിക്ക പുണ്യവതിയുടെ ജീവിതം എല്ലാം നമുക്ക് തിരുസഭ പറഞ്ഞു തരുന്നത്, കാണിച്ചു തരുന്നത് ഇതേ മാതൃകയാണ്. ഇതാ അമ്മക്ക് വചനം ഉണ്ടായാൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വചനം ഉണ്ടായാൽ ആ കുടുംബം, ആ മക്കൾ, ആ പങ്കാളി എല്ലാം രക്ഷപ്പെടും. മടുത്തു, ഞാൻ മാത്രം അങ്ങനെ ഒരിക്കലും പറയല്ലേ. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഭവവേദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള പ്രോഗ്രാം ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ അതൊരു പരിഹാര ശുശ്രൂഷയും പ്രേക്ഷിത വേലയുമാണ്. നിങ്ങളുടെ കമൻസുകൾ ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുമെല്ലാം ഈ സുവിശേഷ ശുശ്രൂഷയിൽ വളരെ പ്രോത്സാഹനജനകമാണ്. ഇനി ഇതിലൂടെയൊക്കെ ഷെയറിങ്ങും കമൻറ്റും സബ്സ്ക്രൈബും ഇതിലൂടെ വരുന്ന യൂട്യൂബിലൂടെ കിട്ടുന്ന ചെറിയ വരുമാന മാർഗ്ഗങ്ങൾ, വിശപ്പിൻ്റെ വിളി ശുശ്രൂഷ, തെരുവിലും അനാഥർക്കുമായിട്ടുള്ള അല്ലെങ്കിൽ സെൻറ്റ് മേരീസ് പേയമിസ്റ്റിയുടെ പ്രേക്ഷിത പ്രവർത്തന രംഗങ്ങളിൽ ഇത് കണ്ടിട്ട് അതിന് വചനം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അപ്പം തന്നെ വീട് വെക്കാനും കല്യാണമെന്നും പറഞ്ഞ് വിളിച്ചു ആ പരിപാടിയിലോട്ടൊന്നും ദൈവം ഏൽപ്പിക്കാത്ത ഒന്നിലോട്ട് നമ്മൾ പോകുന്നില്ല. ദൈവം ഏൽപ്പിച്ച ഒരു ചെറിയ കൂട്ടായ്മയും ചെറിയ ശുശ്രൂഷയാണ്. അപ്പോൾ സാധിക്കുന്ന രീതിയിൽ ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരുവിലും അനാഥ മന്ദിരത്തിലൊക്കെ കിടക്കുന്നവർക്ക് പറ്റുന്നതുപോലെ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഭക്ഷണപ്പൊതികൾ, ഇത്രയും നാൾ ജനമൈത്രി പോലീസ് ബിനോ ബാബു സാറാണ് അതിന് നമ്മുടെ ശുശ്രൂഷയിൽ വചനത്തിലുള്ള വ്യക്തിയാണ്. സിനീഷ് സാറൊക്കെ അവരിപ്പോൾ നോർത്ത് സ്റ്റേഷനിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ കൺട്രോൾ റൂമിലേക്ക്. എന്നാലും അവിടെ എല്ലാ സപ്പോർട്ടുകളും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നല്ല മനുഷ്യർ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അവരുടെ സപ്പോർട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വചനത്തിൻ്റെ മധ്യസ്ഥ, വചനത്തിൻ്റെ അമ്മയായ ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിറഞ്ഞ, ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനം, ആ വാക്ക് വിശ്വസിച്ച പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിൽ ഈ ശുശ്രൂഷയെയും പ്രോഗ്രാം കാണുന്ന, ഷെയർ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ്